നമസ്കാരം, മച്ചാൻ കുക്കിംഗ് ചാറ്റ്സിൽ നിന്ന് ബിനുവാണ്. ഇന്ന് ഞാൻ രാക്കോ റീജൻസി മുറിഞ്ചപ്പാലം ഒരു പുതിയ ഹോട്ടലാണ്. ഇവിടുത്തെ താലി, വെജിറ്റേറിയൻ താലി, വെജിറ്റേറിയൻ ഫിഷ് കറി താലി അല്ലേ, ഫിഷ് കറി താലി അല്ലേ, ഫിഷ് കറി താലി ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മൾട്ടി ക്യൂസിൻ റാഗോ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് ഞാനിത്. റാഗോ റീജൻസി മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റാണ്. അതിപ്പോൾ നമ്മൾ കയറി പാർക്കും ചെറിയൊരു മുത്തൂറ്റ് ഇൻകോർപ്പറേഷൻ എവിടെയാണ്, കോർപ്പറേറ്റ് മാർട്ട് GG ഹോസ്പിറ്റലിന് അടുത്തായിട്ട് വരും. ഇത് റാഗോ റീജൻസി മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് സൂട്ട് റൂം ഡിലക്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ 2-3 കാറുകൾ ഒരുപാട് കിടപ്പുണ്ട്. നമ്മൾ ഇവിടെ പ്രിയം റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പുറത്തൊരു ചെറിയൊരു ടേക്ക് അവേ കൗണ്ടർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ അഡ്രസ്സ്. റാഗോ റീജൻസി പുതിയ ഹോട്ടലാണ് പറഞ്ഞ പറഞ്ഞത്. ഇവിടുത്തെ നമ്മളിതിനകത്തേക്ക് റൂംസൊന്നും നമ്മൾ നോക്കുന്നില്ല. ബേസിക്കലി ഇതായിട്ട് ഇതാണ് സമയം. ഉച്ചയ്ക്ക് ഊണ സമയമാണ്. റിസപ്ഷനാണ്. നല്ല ചെറിയൊരു ബ്യൂട്ടിക് ഹോട്ടലായിട്ട് തോന്നും. പ്രിയ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്. അപ്പുറത്തൊരു ചെറിയൊരു ടേക്ക് അവേ ഉണ്ട്. റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് പോകാം. എന്താണുള്ളത് റെസ്റ്റോറൻറ്റ് താലിയാണ്. എന്നോടുള്ള ഷെഫിന്റെ പേര് എന്താണെന്ന് പറയും? എന്റെ പേര് ഉമേഷ് കുമാർ എസ്. ഓക്കെ ഉമേഷ്, നമസ്കാരം. ജാക്സൺ ആണ്, ബിനുവാണ്. ഇന്ന് നിങ്ങളിവിടെ ഞാനൊരു ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിവിടെ ഇത്രയും പേരുടെ മുന്നിലൊരു നമ്മൾ ചെയ്യാനായിട്ടുള്ളൊരു സംരംഭം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഭയങ്കര ഇവിടെ താലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് നമ്മൾ കേട്ടോണ്ടാണ് വന്നത്. അപ്പം ഇത് തൊട്ടടിക്കുന്ന അബി. അപ്പം പറഞ്ഞോളൂ, എന്തൊക്കെയാണ് ഇന്ന് ഡിഷസ് ഇവിടെ ഉള്ളത്? ഡിഷസ് നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടേഴ്സ് ഉണ്ടാക്കി. സ്റ്റാർട്ടേഴ്സ് ബോയിൽഡ് വെജിറ്റബിൾ വിത്ത് ഗ്രിൽഡ് ചിക്കൻ, വൺ ഓഫ് ദ പ്രീമിയം ഡിഷ് ആണുള്ളത്. ദെൻ ടോസ്റ്റ് സലാഡ് വന്നിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ട. ചിക്കൻ കൊണ്ടാട്ട മീൻസ് ചിക്കൻ റഫ്ലി കട്ട് വിത്ത് മാരിനേറ്റഡ് വിത്ത് നമ്മളെ തൈര് മുളകില്ലേ, കൊണ്ടാട്ട മുളകിന്റെ തമിഴ്നാട് സ്റ്റൈലിൽ ഉള്ള സാധനമാണ് ചിക്കൻ കൊണ്ടാട്ട. ഇറ്റ്സ് എ ഫ്രൈഡ് സ്നാക്സ് ആണ്. സ്നാക്സ് ആയിട്ട് സ്റ്റാർട്ടർ ആയിട്ട് പോകുന്ന സാധനം. ക്രം ഫ്രൈഡ് പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്താണ് നമ്മൾ ക്രം ഫ്രൈഡ് ചിക്കൻ. ബ്രസ്റ്റ് പീസ് ബോൺലെസ്, സ്പൈസി ഒന്നും ഇല്ലാതെ ക്രമിൽ ടെസ്റ്റ് ചെയ്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹണി ചില്ലി പൊട്ടറ്റോ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നതാണ് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ. പിള്ളേർക്ക് ചൈനീസ് ഡിഷാണ്. നമ്മളെ ഒരു ഹൈലൈറ്റഡ് ഡിഷാണ് നമ്മുടെ സീ ഫുഡ് പ്ലാറ്റർ. ടുഡേ കാച്ചസ് എന്നുള്ള എന്തൊക്കെ ഫിഷാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയത് അതെല്ലാം ഉണ്ട്. അതിൽ മോദയുണ്ട്, ചെമ്പല്ലി ഉണ്ട്, പ്രോൺസിന്റെ 2 ടൈപ്പ് മസാല ഉണ്ടായിരുന്നു. ഒന്ന് കോണ്ടിനെന്റൽ സ്പൈസസ് അതായത് മസ്റ്റർഡ് പേസ്റ്റും ഗാർലിക്കും ലെമൺ ജ്യൂസും വൈറ്റ് പെപ്പറും സാൾട്ടും മാത്രമായിട്ടുള്ള ഒരു മാരിനേഷൻ ആണ്. ഇന്ന് വന്ന് നമ്മുടെ നാടൻ മുളക്, ചച്ചമുളക്, മസ്റ്റർഡ് പൗഡർ, കുരുവപ്പൊടി ഇതെല്ലാം ഇട്ട് ഉള്ള നാടൻ മസാലയിലും കിളിമീനുണ്ട്. ഞാൻ നമ്മുടെ ഫിഷ് ടേസ്റ്റ് ആയിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു. मैडम लोग നമ്മളെ ഫിഷ് ഫ്ലാറ്റ് സെർവ് ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ. ഇതിനകത്ത് ചെമ്പല്ലി ഉണ്ടായിരുന്നു, പ്രോൺസ്, പിന്നെന്തൊക്കെയോ ഒരുപാട് ഇഷ്ടം ഷെഫ് പറഞ്ഞു. ഒരു സാലഡൊക്കെ ഇവിടെ അടുത്ത പ്ലേറ്റ് ഞാൻ കണ്ടു. ഇതിൻ്റെ പ്ലേറ്റിൽ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു കൊച്ചുമോള് വന്നൊരു ക്യാരറ്റ് എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൈവറ്റ് പാർട്ടി അതിക്രമിച്ച് കിടന്ന ബിന്ദുവിനെ കൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ സെർവ് ചെയ്തു. പുതിയൊരു ഹോട്ടലായിട്ട് അതിൻ്റെ ആയിട്ടുള്ള വൃത്തിയും വെടുപ്പൊക്കെ കാണുന്നുണ്ട്. ഫുഡ് ഫ്ലാറ്റ്, ഇങ്ങനെ സീ ഫുഡ് പ്ലാറ്റർ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്ലാറ്റർ തിരുവനന്തപുരത്ത് കാണുന്നത്. ഇതിന് എത്രയാണ് ബിന്ദു വില? പ്രൈസ് എത്ര അറിയില്ല. അപ്പോൾ പ്രൈസ് നോക്കി സാറിനറിയാം. സാറുണ്ടോ?
ഓക്കെ. ഇത് അടുത്ത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഒരു സാറാണ്. സാറേ നമസ്കാരമുണ്ട്. സാറ് എല്ലായിടത്തും പുറത്തൊക്കെ പോയി കഴിക്കാറുള്ള വ്യക്തികളാണോ? സാർ ഒന്ന് ടേസ്റ്റ് ആയിട്ട് കാര്യം പറയാം സാറേ, എങ്ങനെ ഉണ്ടോ? സാറ് ഫിഷിൻ്റെ പ്ലാറ്ററാണ്. എന്തുവാ, കണവയാണോ? കണവ എങ്ങനെയുണ്ട്? കൊള്ളാം. ഒരു വായിൽ ചോദിച്ചിട്ട് പെട്ടെന്ന് പറയണോ കൊള്ളാമെന്ന്. അടുത്ത് വേറെ ഒന്ന് ടേസ്റ്റ് ചെയ്തോ സാറേ. എല്ലാം നോക്കി ആസ്വദിച്ചത് ടേസ്റ്റ് ചെയ്ത് സാറെന്ന് പറഞ്ഞേ. ഇതെന്താണെന്ന് നോക്ക്. അതെന്ത് മീനാണെന്ന് എനിക്കൊന്ന് മോദയാന്ന് തോന്നുന്നു അല്ലേ? മോദയാന്ന് മോദ. അതിനകത്ത് വേറെ എനിക്കൊന്ന് പ്രോൺസ്. ഇത് കുറേ എല്ലാം മീൻ, എല്ലാം ഫിഷ് പ്ലാറ്ററാണ്. ഓക്കെ ഗ്രേറ്റ്. പ്രോൺസ് ഇടാം. പ്രോൺസ് ഇട്ട് ഇതിനകത്ത് പ്രോൺസ് ഉണ്ട്. ഓക്കെ പ്രോൺസ്. ഓക്കെ ഇതെല്ലാം എടുത്തതല്ലേ, ഈ ഡിഷ് എല്ലാം എടുത്തതല്ലേ? അപ്പോൾ അടുത്തല്ലേ സാറേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ ഞാനല്ലേ ഇങ്ങോട്ടൊന്ന് നോക്കി. ഓക്കെ എല്ലാവരും ശരിക്കും ആസ്വദിച്ച് കഴിച്ചിട്ട് പറയണം. അല്ലാണോ? ഇതൊക്കെ മസാലയൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ. മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും സാറേ? മലയാളത്തിലൊന്നും പറയാമോ? ഞങ്ങളുടെ ചാനലിൽ ഒരു കോണ്ടിനെന്റൽ പ്രിപ്പറേഷൻ അല്ലേ? എന്നാലും ഒരു മുഖത്തൊരു സന്തോഷം കാണുന്നില്ല. നോക്കി ചിരിച്ചിട്ടെന്ന് പറഞ്ഞാൽ കഴിക്കുന്നത് മസാല ഉണ്ട്. അദ്ദേഹത്തിന് ശല്യപ്പെടുത്തുന്നതുകൊണ്ടായിരിക്കും കഴിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് കൊള്ളാല്ലേ, കൊള്ളാന്ന് പറയുന്നത്. ഇതൊരു കോണ്ടിനെന്റൽ പ്രിപ്പറേഷനാണ്. അവൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുകയാണ്. അവിടെ നോക്കുമ്പോഴത്തേക്ക് സെറ്റ് കറിയാണ്, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് താലിയിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് कौन बताएगा आपको? आप बता दो आप क्या क्या? सांबर, फिश करी. पहले फिश करी. फिश करी मतलब फिश करी, सांबार, പിന്നെ कर्ड पिकल, ये जिंजर का ये चटनी है. जिंजर ആക്ച്വലി എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു എന്ത് സിനിമ അവിയൽ ദാൽ. ഓക്കെ. ഇദ്ദേഹം മലയാളിയല്ല കേട്ടോ. ഇദ്ദേഹം മലയാളിയല്ല. എവിടെ നിന്നാണ്? വേറെ ഇപ്പം വെസ്റ്റ് ബംഗാൾസ് എന്ന് വെച്ചാൽ നല്ലതായിട്ട് മലയാളം പറയണ കണ്ടപ്പോൾ ഭയങ്കര ഇത് അതിശയായി. ഓക്കെ. അപ്പോൾ എന്താണ് പേര്? ബിന്ദു. മലയാളം അറിയാം, കുറച്ച് അറിയാം. മലയാളത്തിൽ പറയുകയാണോ സാധനം എന്തൊക്കെയുള്ളതെന്ന്? ഓക്കെ. ഇതാണ് ഇവരുടെ ഒരു ബേസിക്കലി ഇവരുടെ ഞങ്ങളൊരു ഫാമിലി മീറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയോണ്ട് ഞാനും കൂടെ വന്നതാണ് ബേസിക്കലി. അപ്പോൾ ഇവിടുത്തെ ജോസാണ് ബേസിക്കലി ഇവിടെ കാര്യങ്ങളൊക്കെ F&B ഒക്കെ നോക്കണം. Looking after the food and beverage. നമ്മുടെ ജനറൽ മാനേജർ ഉണ്ട്. പുതിയ ഹോട്ടലാണല്ലേ? അതെ, പുതിയ ഹോട്ടലാണ്. ഡിസംബറിലാണ് ഓപ്പൺ ആയത്. ജസ്റ്റ് മെയ് 12 ഗ്രാൻഡ് ഓപ്പണിംഗ്. ഇവിടുത്തെ റൂംസ് ഉണ്ട്, 12 റൂംസ് ഉണ്ട്. 1 suite room and 11 deluxe rooms. Soon with pub or bar. ആണോ? പബ്ബ്. അപ്പോൾ കൊള്ളാലോ, നല്ല കാര്യം. ഓക്കെ. അപ്പോൾ ഇവിടെ മുറിഞ്ഞപാലത്ത് ജംഗ്ഷനിൽ തന്നെ GG ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് 3 സ്റ്റാർ ഹോട്ടൽ റാക്കോ റീജൻസി അല്ലേ? ഓക്കെ, താങ്ക് യു.